അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രികത തീർത്ത സാക്ഷാൽ ബേപ്പൂർ സുൽത്താന്റെ അനശ്വര കഥാപാത്രങ്ങൾ പുസ്തകത്താളുകളിൽ നിന്നും നേരിട്ടിറങ്ങി വന്നാലോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ആ പഴയ ബേപ്പൂർ മുറ്റത്തെ വിദ്യാലയ മുറ്റത്തേക്ക് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പാവറട്ടി LF-LP സ്കൂളിലെ കുരുന്നുകൾ. മാംഗോസ്റ്റിൻ മരത്തണലിലെ ആ പഴയ ചാരുകസേരയും ഗ്രാമഫോണിൽ നിന്നൊഴുകുന്ന പാട്ടുകളും ഓർമ്മകളിൽ വീണ്ടും ജീവൻ വെച്ചപ്പോൾ വിദ്യാലയമുറ്റം ബഷീറിയൻ സാഹിത്യത്തിന്റെ ജീവസുറ്റ വേദിയായി മാറി. ഖദീജയ്ക്ക് കമ്മൽ വാങ്ങാൻ സുൽത്താന്റെ കാതിൽ നിന്ന് അതീവ രഹസ്യം പറയുന്ന പാത്തുമ്മയുടെ ആടിലെ ഫാത്തിമയും അതിന് ഗൗരവത്തിൽ മറുപടി നൽകുന്ന ബഷീറും കാണികളിൽ കൗതുകമുണർത്തി. അവർ നമ്മെ കൂട്ടിക്കൊണ്ടുപോയത് ആ പഴയ നിലാവുള്ള മുറ്റത്തേക്കായിരുന്നു. പ്രണയത്തിന്റെ നിലയ്ക്കാത്ത വിങ്ങലായി ബാല്യകാല സഖിയിലെ മജീദും സുഹ്രയും സ്കൂൾ മുറ്റത്ത് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതൊരു വിരഹാർദ്രമായ കാഴ്ചയായി. "ന്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാർന്നു" എന്ന ഗർവോടെ തോമായും ആനവാരി രാമൻ നായരും പിന്നെ തട്ടിക്കൂട്ട് ന്യായങ്ങളുമായി എട്ടുകാലി മമ്മൂഞ്ഞും തങ്ങളുടെ സ്ഥിരം കുസൃതികളുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. മതിലുകൾക്കപ്പുറത്തു നിന്ന് പ്രണയം പൂക്കുന്ന നാരായണിയുടെ ശബ്ദവും പ്രണയത്തിന്റെ ചിഹ്നമായ റോസാപ്പൂവും ആ മുറ്റത്തൊരു അദൃശ്യ സാന്നിധ്യമായി വായുവിൽ നിറഞ്ഞു നിന്നു. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.